പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയ കേസിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായവരിൽ പ്രധാനിയായിരുന്നു ഹരിയാന സ്വദേശിയായ യൂട്യൂബർ ജ്യോതി മൽഹോത്ര. പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥൻ മുഖേന പാക് ചാര സംഘടനയിൽപ്പെട്ടവർക്ക് ജ്യോതി പല വിവരങ്ങളും കൈമാറിയതായും അവരുമായി അടുത്ത ബന്ധം പുലർത്തിയെന്നുമായിരുന്നു കണ്ടെത്തിയിരുന്നത്. പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥർ മുഖേന പാക് ചാര സംഘടനയിലുള്ളവർക്ക് ജ്യോതി പല വിവരങ്ങൾ കൈമാറിയതായെന്നും അവരുമായി അടുത്ത ബന്ധം പുലർത്തിയെന്നുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. വാട്സാപ്പ്, ടെലിഗ്രാം, സ്നാപ്ചാറ്റ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് പാക് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുമായി ജ്യോതി വിവരങ്ങൾ പങ്കുവച്ചതെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കഴിഞ്ഞ വർഷം ഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷനിൽ സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിലും യുവതി പങ്കെടുത്തിരുന്നു. ഇതിന്റെ വീഡിയോയും യുവതി തന്റെ യൂട്യൂബ് ചാനലായ ട്രാവൽ വിത്ത് ജോയിലൂടെ പങ്കുവച്ചിരുന്നു. ദേശീയ സുരക്ഷാ ഏജൻസിയോട് ജ്യോതിയെ നിരീക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരു വർഷം മുൻപ് ഒരാൾ എക്സിൽ കുറിച്ചതാണ് അറസ്റ്റിന് പിന്നാലെ വലിയ ചർച്ചയാകുന്നത്. കപിൽ ജെയിൻ എന്ന അക്കൗണ്ടിൽ നിന്നാണ് NIA ടാഗ് ചെയ്തുകൊണ്ട് ജ്യോതിയെക്കുറിച്ച് സംസാരിക്കുന്നത്. ഈ സ്ത്രീയെ NIA നിരീക്ഷിക്കുക. പാകിസ്ഥാൻ എംബസിയിലെ ഒരു ചടങ്ങിൽ ഇവൾ പങ്കെടുത്തിരുന്നു. അതിനുശേഷം 10 ദിവസം ഇവർ പാകിസ്ഥാൻ സന്ദർശിച്ചു. ഇപ്പോൾ അവർ കാശ്മീരിലേക്ക് പോയിരിക്കുകയാണ്. ഇവ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കണം. ജ്യോതിയുടെ ചാനലിലെ ഹോം പേജിൽ സ്ക്രീൻഷോട്ട് പങ്കുവെച്ച് കപിൽ ജെയിൻ കുറിച്ചിരിക്കുന്നു. പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനായിരുന്ന ഡാനിഷ് മുഖേന പാക് ചാര സംഘടനയ്ക്ക് വിവരങ്ങൾ ചോർത്തി നൽകിയതിനാണ് ജ്യോതിയെ അറസ്റ്റ് ചെയ്തത്. 3 തവണ യുവതി പാകിസ്ഥാൻ സന്ദർശിച്ചതായും പാക് ചാര സംഘടനയിലുള്ളവരുമായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ബന്ധപ്പെട്ടിരുന്നതായും പോലീസ് പറഞ്ഞു. സമൂഹ മാധ്യമങ്ങളുടെ പാകിസ്ഥാനെക്കുറിച്ച് നല്ലതു പറയുക എന്ന ചുമതലയും പാക് ഏജൻസികൾ ജ്യോതിയെ ഏൽപ്പിച്ചു എന്നാണ് സൂചന. 2023 ഡൽഹിയിൽ വെച്ചാണ് ജ്യോതി പാക് കമ്മീഷനിലെ ഡാനിഷിനെ പരിചയപ്പെടുന്നത്. ഡാനിഷുമായി സംസാരിക്കുന്നതിനിടെ സൗഹൃദം പങ്കിടേയും വീഡിയോ ജ്യോതി പങ്കുവച്ചിട്ടുണ്ട്. ഇയാളെയും ഭാര്യയെയും ജ്യോതി വീട്ടിലേക്ക് ക്ഷണിക്കുന്നതായും വീഡിയോയിൽ കാണാം. ചാരവൃത്തി നടത്തിയതിന് ഇന്ത്യയിൽ നിന്ന് പുറത്താക്കിയ പാക് കമ്മീഷൻ ഉദ്യോഗസ്ഥനാണ് ഇഹ്സാനുർ റഹീം എന്ന ഡാനിഷ്. ഇയാളുമായി പരിചയപ്പെട്ട അതേ വർഷം ജ്യോതി ആദ്യമായി പാകിസ്ഥാനിലെത്തി. 3 വട്ടം പാകിസ്ഥാൻ സന്ദർശിച്ച ജ്യോതി ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളെക്കുറിച്ചും തന്ത്രപ്രധാനമായ വിവരങ്ങൾ കൈമാറിയതായാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കണ്ടെത്തൽ. ടെലഗ്രാം, സ്നാപ്ചാറ്റ് തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയാണ് പാക് ചാര സംഘടനയിലെ അംഗങ്ങളുമായി ആശയവിനിമയം നടത്തിയിരുന്നത്. പാകിസ്ഥാൻ യാത്രയ്ക്കും താമസത്തിനും സൗകര്യം ചെയ്തു നൽകിയത് ഡാനിഷും സുഹൃത്തുക്കളുമാണ്. ഇവർ വഴി ജ്യോതി പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുമായി പരിചയപ്പെട്ടു. ഇന്ത്യൻ പോലീസിനോ സൈന്യത്തിനോ സംശയം തോന്നാതിരിക്കാൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുടെ നമ്പറുകൾ മറ്റു പേരുകളായി സേവ് ചെയ്തിരുന്നത്. പാക് ചാരനൊപ്പം ജ്യോതി ഇന്തോനേഷ്യയിലെ ബാലി സന്ദർശിച്ചതായി അന്വേഷണ സംഘം കണ്ടെത്തി. യൂട്യൂബിൽ 3,70,000 സബ്സ്ക്രൈബേഴ്സും ഇൻസ്റ്റഗ്രാമിൽ 1,32,000 ഫോളോവേഴ്സുമുള്ള ട്രാവൽ വ്ളോഗറാണ് ജ്യോതി മൽഹോത്ര. ഇക്കഴിഞ്ഞ മാർച്ചിലും യുവതി പാകിസ്ഥാൻ സന്ദർശിക്കുകയും അവിടെ നിന്നുള്ള വീഡിയോകൾ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. അതേസമയം മകളെ കള്ളക്കേസിൽ കുടുക്കിയതെന്നാണ് ജ്യോതിയുടെ പിതാവ് ഹരീഷ് മൽഹോത്ര മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ആവശ്യമായ എല്ലാ അനുമതിയും ലഭിച്ച ശേഷം സാധുവായ വിസ സഹിതമാണ് മകൾ പാകിസ്ഥാനിലേക്ക് പോയതെന്ന് ഹരീഷ് പറഞ്ഞു. ഇന്ന് മകളോട് സംസാരിച്ചിരുന്നു. പപ്പ, എനിക്ക് സുഖമാണ്. എന്നെ തെറ്റായ കേസിൽ പെടുത്തിയതാണ് എന്നാണ് മകൾ പറഞ്ഞതെന്നും അദ്ദേഹം പ്രതികരിച്ചു.